നമസ്കാരം. വ്യോമാക്രമണത്തിന് തയ്യാറെടുത്ത ട്രംപ് ഇറാനെ കത്തിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇവിടെ ഭരണവിരുദ്ധ പ്രക്ഷോഭം ഇറാനിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇറാന്റെ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ യു എസിനെ പ്രേരിപ്പിച്ചത് എന്താണ്? യു എസിന്റെ ലക്ഷ്യം എന്താണ്? ഇവരെ രക്ഷിക്കുകയാണോ അതോ ശിക്ഷിക്കുകയാണോ? ഇറാനിൽ ഏകദേശം 572 പേർ കൊല്ലപ്പെട്ടെന്നുള്ള സൂചനകൾ ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിലും ഇറാന് വേദനിക്കുന്ന ഇടം നോക്കി പ്രഹരിക്കുമെന്ന് തന്നെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു മണ്ടന്മാരുടെ രാജാവാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇക്കൊല്ലമെങ്കിലും സമാധാനത്തിന്റെ നോബൽ തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ, അതായത് പ്രക്ഷോഭകാരികളുടെ രക്ഷകനായിട്ട് താൻ അവതരിക്കുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നാണോ ഇതുപോലുള്ള വ്യക്തികൾക്കാണോ നോബൽ സമ്മാനം കൊടുക്കേണ്ടതെന്ന് പൊതുസമൂഹം തീരുമാനിച്ചു പോകും, ചിന്തിച്ചു പോകും. എന്തൊരു ഗതികെട്ട ഒരു രാഷ്ട്ര നേതാവാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ഇപ്പൊ തന്നെ എന്താ, ഇറാനെതിരെ വ്യോമാക്രമണത്തിന് മടിക്കില്ല എന്ന് പറയപ്പെടുകയാണ്. ഏത് സമയവും അത്തരത്തിലൊരു ആക്രമണം, ഒരു വ്യോമാക്രമണം നടത്തുന്നതിന് തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. അതുകൊണ്ട് ഇറാനിലെ ജനത രക്ഷപ്പെടുമോ അതോ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും തെറ്റിയ രാജ്യത്തിന്റെ താളം വീണ്ടും അവതാളത്തിലാകുമോ ഒക്കെ ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമില്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ ഇങ്ങനെ ചിഹ്ന ഭിന്നമാക്കാൻ വേണ്ടി നടത്തുന്ന ട്രംപിന്റെ ഈ നടപടി ഉണ്ടല്ലോ, ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ ആ നിയമങ്ങളുടെ കോണിൽ നിന്ന് നോക്കുമ്പോൾ യു എസ് ഇറാനെതിരെ നടത്തുന്ന ഭീഷണികളെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഇറാനിൽ അരങ്ങേറുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ ജനം തെരുവിലിറങ്ങും. അത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറുന്നു. ഇവിടെ യു എസ് ഇടപെടൽ എന്തിനാണ് എന്ന് നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യു എസ്, അമേരിക്ക ഇടപെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറാനിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ അവിടെയെല്ലാം സൈനിക ഇടപെടലിൽ യു എസ് ഇറങ്ങിത്തിരിച്ചാൽ എന്താകും സ്ഥിതി? ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ ഭീഷണിയോ ബലപ്രയോഗമോ പാടില്ല എന്ന് UN ചാർട്ടറിൽ പറയുമ്പോൾ ഇറാന്റെ കാര്യത്തിൽ സ്വയം പ്രതിരോധം എന്ന സ്നേഹകരത്തിന് എങ്ങനെയാണ് പ്രസക്തി ഉണ്ടാവുക? ഒരു പ്രസക്തിയുമില്ല. ഈ പ്രക്ഷോഭകരെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇറാൻ പോലീസും റവല്യൂഷണറി ഗാർഡും പ്രയോഗിക്കുന്ന മാർഗങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇറാൻ സംയമനം പാലിച്ചേ തീരൂ, എന്നാൽ മേഖലയെ മുഴുവൻ യുദ്ധഭൂമിയാക്കുന്ന നടപടികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ ഇന്ന് സേനാ മേധാവിമാരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു. വ്യോമാക്രമണത്തിന് തീരുമാനിച്ചാൽ ടെഹ്റാനിലെയും മറ്റ് സൈനിക ബേസുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വ്യോമാക്രമണം നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. സാമ്പത്തിക ഉപരോധം മുതൽ സൈബർ ആക്രമണം വരെയുള്ള കാര്യങ്ങൾ പരിഗണനയിൽ കൊണ്ടുവരുന്നു. ഇറാനിലെ ഇന്റർനെറ്റ് നിയന്ത്രണം മറികടക്കാൻ വേണ്ടിയിട്ട് മസ്കിന്റെ സ്റ്റാർലിങ്കിന് പിന്തുണ നൽകുന്നു. വെനസ്വേലയിൽ കണ്ടതുപോലെ ഒരു അപ്രതീക്ഷിത സർജിക്കൽ സ്ട്രൈക്കിനും യു എസ് മടിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം യു എസ് ആക്രമിച്ചാൽ ഇറാനിയൻ ജനത പ്രകോപനത്തിനെതിരെ ഒറ്റക്കെട്ടാവാനിടയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോകുന്നു ട്രംപ്. ട്രംപ് പ്രക്ഷോഭകാരികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു, ഇറാൻ ഭരണകൂടത്തിനെ തടങ്കലിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നാളെ ഈ ജനത ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വലിയ ഓപ്പറേഷൻസ് അവിടെ നടത്തിയാൽ, ഏതെങ്കിലും ആക്രമണം അവിടെ യു എസ് നടത്തിയാൽ ഇറാനിയൻ ജനത ഒന്നിച്ചു ചേരും, ഒറ്റക്കെട്ടായി മാറും. അത് പക്ഷേ തിരിച്ചറിയാൻ ട്രംപിന് കഴിയുന്നില്ല. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും യു എസും നടത്തിയ വ്യോമാക്രമണം ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളെ തകർത്തു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കവും ഇവിടെ നിന്നാണ്. സൈനിക ആണവ കേന്ദ്രങ്ങളെയും കമാൻഡർമാരെയും തകർത്ത് ഖമേനിയ ഭരണകൂടത്തെ ഒതുക്കാൻ പറ്റിയ സമയമാണ് ഇത് എന്ന് ഇപ്പോൾ അമേരിക്ക കരുതുകയാണ്. റഷ്യൻ ചൈനീസ് പക്ഷത്തുള്ള ആ ഖമേനിയ ഭരണകൂടം പുറത്താവുകയോ അല്ലെങ്കിൽ ക്ഷയിക്കുകയോ ചെയ്താൽ മേഖലയിൽ യു എസിന് തന്ത്രപരമായിട്ടുള്ള സ്വാധീനം നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ സായുധ സംഘങ്ങൾക്കടക്കം ഇത് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രക്ഷോഭം ആളിക്കത്തിക്കുവാനുള്ള ഇന്ധനം യു എസിൽ നിന്ന് മുൻ കിരീടാവകാശി റസ പഹ്ലവി നൽകുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചെത്തി രാജ്യത്തെ നയിക്കുവാൻ തയ്യാറാണ് എന്ന് പറയപ്പെടുമ്പോഴും ഇറാനിലെ അവസാന ഷായുള്ള മുഹമ്മദ് റസ പഹ്ലവിയുടെ മകൻ റസ ഈ ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1979 മുഹമ്മദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുമ്പോൾ യു എസിലായിരുന്നു ഈ റസ. പിന്നീട് ഇറാനിലെത്തിയിട്ടില്ല. എന്നാൽ ഖമേനിയുടെ കടുത്ത വിമർശകനായിട്ട് മാറുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഖമേനിയുടെ ചിത്രങ്ങൾ കത്തിച്ച് സിഗരറ്റ് കൊളുത്തി പ്രതിഷേധിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ അവിടെ അടുത്തിടെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇവ ഇറാന്റെ ഉള്ളിൽ നിന്നുള്ളതല്ല എന്നും യു എസ്, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ കഴിയുന്ന ഇറാനിയൻ യുവതികളാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇറാനിയൻ ജനത. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വ്യോമാക്രമണത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന ട്രംപ് ഇറാനെ കത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കേണ്ടത്. ഇറാനെ പോലെ രാജ്യത്തെ ഒരിക്കലും ഒരു തരത്തിലും തകർക്കാൻ കഴിയില്ല. അവരോട് കരയുദ്ധം ഒരിക്കലും കഴിയില്ല.
അവരോട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു യുദ്ധം വ്യോമാക്രമണമാണ്. പക്ഷെ ആ വ്യോമാക്രമണത്തിന്റെ സാധ്യതകൾ മുമ്പത്തെ ഇറാനല്ല ഇത് എന്ന് മനസ്സിലാക്കേണ്ടത് അമേരിക്കയാണ്. കാരണം റഷ്യയുടെയും ഇന്ത്യയുടെയും ഒക്കെ വളരെ വലിയ ഇടപെടലുകളുണ്ട്. മാത്രമല്ല ആ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പിന്തുണ എന്ന് പറയപ്പെടുന്നത് ഇറാനെ കൂടുതൽ കരുത്തരാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തിന് ട്രംപ് വ്യോമാക്രമണം നടത്തിയാലും തിരിച്ചടി അതിദയനീയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.